വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിന്റെ ഭാഗമായി കാട്ടാന ഇറങ്ങിയ പശ്ചാത്തലത്തിൽ മാനന്തവാടി നഗരസഭയുടെ ഭാഗമായ കുറുക്കൻമൂല, കുറുവ, കാടൻകൊള്ളി, പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാനന്തവാടി ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകൾ, യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം. രണ്ട് കാര്യങ്ങളൊന്ന്, പരമാവധി യാത്രകൾ ഒഴിവാക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇത്തരത്തിൽ ആനയുടെ ഒരു സാന്നിധ്യമുണ്ട്. ആൾ കൂടുന്നത്. മേഘ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മേഖലയിലേക്ക് പോകുന്നതിന് മുമ്പ് ആൾ കൂടുമ്പോൾ സ്വാഭാവികമായും ആനയെ തുരത്താനുള്ള നടപടികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പരമാവധി യാത്രകൾ മാനന്തവാടി ഭാഗത്തേക്ക് ഒഴിവാക്കുക എന്നതാണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. മേഘ, വനമന്ത്രി എന്താണ് പറഞ്ഞത് ഇപ്പോൾ? മനു, വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അല്പസമയം മുമ്പാണ് മാധ്യമങ്ങളെ കണ്ടത്. വളരെയേറെ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നത് എന്നാണ് മന്ത്രി ആദ്യം പറഞ്ഞത്. വനംവകുപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ദൗത്യ സംഘത്തെ അയച്ച് ഇപ്പോഴത്തെ അവസ്ഥ പരിഹരിക്കും. കർണാടകത്തിൽ നിന്ന് റേഡിയോ കോളർ ധരിച്ച ആനയാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. അതിനൊപ്പം തന്നെ നിലവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടുതൽ ദൗത്യ സംഘത്തെ അയച്ച് ഇപ്പോഴത്തെ അവസ്ഥ പരിഹരിക്കും. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഉന്നതതല യോഗം ചേരും എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമമാണ് നോക്കുന്നത്. കൂടുതൽ ആളപായമില്ലാതെ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. നേരത്തെ തന്നെ കർണാടക വനംവകുപ്പിൽ നിന്ന് ഒരു റേഡിയോ കോളർ ധരിച്ച ആന ഈ ബോർഡർ കടന്നു എന്ന വിവരം ലഭിച്ചിരുന്നു. എന്നാൽ വനത്തിനുള്ളിലാണ് ആന ഉണ്ടായിരുന്നത്. വനത്തിനുള്ളിൽ നിന്ന് ആനയെ തുരത്തുക സാധ്യമല്ല. അത് നിരീക്ഷിച്ചു വരികയാണ്. മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിലവിൽ കർണാടക സർക്കാരുമായി, കർണാടക വനംവകുപ്പുമായി ആലോചനകളൊക്കെ തന്നെയും ഫോണിൽ ഉൾപ്പെടെ വനംവകുപ്പ് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ കൂടുതൽ അപകടങ്ങൾ ഇല്ലാതെ ഈ ഒരാളെ കൊന്ന ആനയെ തുരത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. കൂടുതൽ RRT സംഘങ്ങളുമായി ആശയവിനിമയം നടത്തും. മന്ത്രി രാവിലെയാണ്, അല്പം മുമ്പാണ് വിഷയം പുറത്തു വന്നത്. അതിന് മുമ്പേ തന്നെ മന്ത്രി മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ഇതിനുള്ള സമയം കൂടുതൽ ദൗത്യ സംഘങ്ങളെ അയച്ച് നിലവിൽ ആ പ്രദേശത്തുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ആണ് നടത്തുക എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നേരത്തെ ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ആന എങ്ങനെ ഈ പ്രദേശത്ത് എത്തി, റേഡിയോ കോളർ ധരിച്ചിരുന്നു എന്നത് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ പ്രദേശത്ത് നേരത്തെ തന്നെ ആനയെ കർണാടക വനംവകുപ്പ് ഉൾപ്പെടെ നിരീക്ഷിച്ച് വരുന്നുണ്ടായിരുന്നു. കാട്ടിനുള്ളിലായതുകൊണ്ടാണ് ഈ ആനയെ തുരത്താൻ കഴിയാതെ പോയത്. പക്ഷെ ഇനി അത് അത്തരത്തിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഇനി ആനയെ എങ്ങനെ തുരത്താം എന്ന വഴികളൊക്കെ തന്നെയുമാണ് ആലോചിക്കുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വളരെ തരത്തിലുള്ള ജനങ്ങൾ ആശങ്കയുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ തലത്തിൽ ഉൾപ്പെടെ അടിയന്തരമായി സ്വീകരിക്കുക എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മനു, ശരി മേഘ.